സോറി. എൻ്റെ പേര് രജിത ബാബു. ഞാൻ അരീക്കോടാണ് സ്ഥലം. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 3.5 വർഷത്തോളം ആവാനായി. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സായ ബിന്ദു മാഡം, കൃഷ്ണ സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മെന്റർ ഇസ്മായിൽ സാർ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നും അതുപോലെ തന്നെ ഓരോ ഡ്രീംസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു തന്നത് അദ്ദേഹത്തിലൂടെയാണ്, ഓരോ ക്ലാസ്സിൽ പങ്കെടുത്തതിലൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സായ അൽത്താഫ് സാർ ആയിക്കോട്ടെ, ഷുഹൈബ് സാർ ആയിക്കോട്ടെ, ഉബൈദ് സാറ്, മുസ്തഫ സാറ്, ഒരുപാട് ലീഡേഴ്സിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ SPG ഓർഗനൈസേഷനിലെ ഫൗണ്ടറായ മനോജ് സാറിന്, ലതാ മാഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു എഫർട്ടാണ് നമ്മളെ ഇന്നിപ്പോ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇത്രയും ആളുകൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ഒരു കാരണക്കാരായ അവർക്ക് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ടീം മെമ്പേഴ്സിന്, ഞാനിപ്പോൾ STC റാങ്കിൽ നിൽക്കാൻ തന്നെ എൻ്റെ കാരണക്കാരായ എൻ്റെ ടീം മെമ്പേഴ്സിന് ഓരോരുത്തർക്കും, തൃശ്ശൂർ ടീം ആയിക്കോട്ടെ, കോഴിക്കോട് ടീം ആയിക്കോട്ടെ, മലപ്പുറം ജില്ലയിൽ എല്ലാ ജില്ലകളിലും 2-3 ജില്ലകളിലേക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ എൻ്റെ ടീം മെമ്പേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു RTP പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അവിടെ ഞങ്ങൾക്ക് ഒരു മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ്സാണ് ഞങ്ങൾക്ക് ത്രില്ലിനേഴ്സ് അക്കാഡമി ഫൗണ്ടറായ ഇസ്മായിൽ സാറെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സിൽ കൊണ്ടുവന്നത്, എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റിയതെന്നൊക്കെ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാറ് അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് ടീമുകളെ എനിക്ക് അവിടെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ വരാത്തവർക്കൊരു തീരാ നഷ്ടമാണ് എങ്കിൽ പോലും അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് ഒരുപാട് ആളുകളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഞാനും എൻ്റെ ടീമും ആ ഒരു വയനാട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എനിക്ക് നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് ഗ്രോത്തിനേക്ക് വേണ്ടി 2-3 കാര്യങ്ങളെ കുറിച്ചാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടും ടീമിന് പകർന്നു നൽകുന്നതിന് മുന്നേ നമ്മൾ മാറേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാ ലീഡേഴ്സും നമുക്ക് ഓരോ ദിവസങ്ങളിലും നമ്മുടെ മാറ്റങ്ങളെ കുറിച്ചും നമ്മുടെ ടീമിലേക്ക് കൊടുക്കേണ്ട മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എങ്കിലും എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു ലീഡേഴ്സിനെ എഡിഫിക്കേഷൻ ചെയ്യാം. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്ത് പോകുമ്പോൾ, നമ്മളെ ഒരു ലീഡേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ സാധാരണ എനിക്കും അനുഭവപ്പെട്ടതെങ്കിൽ പോലും എല്ലാ ലീഡേഴ്സിനും, ഒരുവിധ ലീഡേഴ്സിനൊക്കെ അനുഭവസ്ഥരാവും. പക്ഷെ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഒരു ടൗണിലെ ലീഡേഴ്സ് കൊണ്ടുപോകുമ്പം ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് അല്ലെങ്കിൽ മേഡം സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇനി ഒരിക്കലും നമ്മൾ അത് അങ്ങനെയല്ല നമ്മുടെ ഒരു ലീഡേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു ലീഡേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ ആ ലീഡേഴ്സിനെ കുറിച്ചിട്ട് ആ വീട്ടിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ ഒരു ധാരണയും ഉണ്ടാവില്ല. പക്ഷെ അവരെ കുറിച്ച് നമ്മൾക്കും വ്യക്തമായ ധാരണ ഒന്നും ഉണ്ടാവില്ല. കൊണ്ടുവന്ന ആ വ്യക്തിക്കാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുന്നേ അവിടുത്തെ വ്യക്തികളെ കുറിച്ച് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴും അതേപോലെ തന്നെ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ അടുത്ത് ഇരുന്ന് നമ്മുടെ ലീഡേഴ്സിനെ എഡിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ബിസിനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അപ്പൊ അതിന് മുന്നേ തന്നെ സാറ് പറഞ്ഞോളൂ എന്നാന്ന് പറഞ്ഞിട്ട് അവരൊരു ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടെ കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോയ ലീഡേഴ്സിന്റെ കൂടെ നമ്മളും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് അത് ഗ്രഹിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ വീട്ടിലെ ആളുകൾക്കും അതേപോലെ തന്നെ നമ്മളെ കുറിച്ചൊരു മതിപ്പ് വരണമെങ്കിൽ നമ്മളത് ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ തന്നെ അത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തും അതേപോലെ അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ മനസ്സിലായ ഒരു വ്യക്തി അവരെ കൊണ്ടുവന്ന അല്ലെങ്കിൽ പരിചയക്കാരനായ ആ ഒരു വ്യക്തി
ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളും നമ്മളോട് പറയാതെ നമ്മളോട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പം അവിടെ ബിലീഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചോ ഒന്നും നമുക്ക് ഒരു വ്യക്തമായ ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് മിസ്സായി പോകുന്നതും അതൊരു വഴിയൊരുക്കുന്നതും കൂടിയാണ് ഇതിലേക്കുള്ളത്. അതേപോലെ തന്നെ ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയി തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ തന്നെ ചെയ്യണം. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ എഡ്യൂക്കേഷൻ നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനീനെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ നമ്മളെ കമ്പനിയെ കുറിച്ച് നമ്മൾ ഓരോ ലീഡേഴ്സും പഠിച്ചിരിക്കണം. അപ്പൊ അന്നാലെ പോലെ നമ്മൾ അവരുടെ മുന്നിൽ പതരാതെ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യക്തമായ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് SBG എന്ന ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ വന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്താൻ പറ്റിയതെന്നൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായുള്ള ബോധ്യം നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് അപ്ലൈൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഡൗൺലൈൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ നമ്മൾ ഓരോ വ്യക്തികളും ഇതിൽ വന്നത് പല സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പൊ അവരൊക്കെ ഓരോ എഡ്യൂക്കേഷൻ നടത്തുമ്പോഴും ആ ലീഡേഴ്സിനും നമ്മളോടും ഒരു ബഹുമാനവും, അതുപോലെ തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഇദ്ദേഹം ഇങ്ങനെ രീതിയിൽ വന്നപ്പോ ഈ ഒരു രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞത് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണല്ലോ. അപ്പൊ നമുക്കും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കൂടാന്നുള്ള ഒരു മനസ്സിലേക്കുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ലതുപോലെ വ്യക്തമായി സൂചിപ്പിച്ച് ഓരോ കാര്യങ്ങളും വെരിഫിക്കേഷൻ നടത്തി തന്നെ നമ്മൾ അവരെ ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവരിക. അതിനുപരി തന്നെയാണ് നമ്മുടെ കൂടെ വന്ന ഓരോ വീട്ടിലെയും വ്യക്തികളും അവർക്കും അവരുടേതായ സാഹചര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവരോട് ആദ്യം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അതിനെ കുറിച്ചാവണം നമ്മൾ സംസാരിക്കേണ്ടത്. ചിലവർക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാവും, ചിലവർക്ക് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ വരുമാനം, ഒരു എക്സ്ട്രാ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടാവും അവരുടെ ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം വാങ്ങാന്നുള്ള ആ നിലയിലാവും. ചിലവർക്ക് അംഗീകാരങ്ങളാവും ഇഷ്ടം. അപ്പൊ അവരോട് നമ്മൾ സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അവരോട് ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് നമ്മൾക്ക് അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഫ്രീഡം. മണി ഫ്രീഡം എന്ന് പറഞ്ഞാലും ടൈം ഫ്രീഡം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു ഫ്രീഡം ഇല്ലാതെ നമ്മൾ എന്റെ ജീവിതത്തിൽ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് തരണം ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിനെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിന്ദു മാഡം, കൃഷ്ണ സാറും വന്ന സമയത്ത് ഞാൻ ഒരുപാട് നിരസിച്ചതാണ്. പക്ഷെ അവരെന്നോട് പറഞ്ഞേ എന്തായാലും ഈ ഒരു ജോലി ചെയ്യല്ലേ, അപ്പൊ അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് എന്റെ വണ്ടി ചാർജും അതേപോലെ അന്നത്തെ ചെലവിനേക്കുള്ള പൈസയും എനിക്ക് കിട്ടും എന്നുള്ള പറഞ്ഞപ്പോ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ചെറിയ 1-2 പ്രൊഡക്റ്റുകൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി. അതിന്റെ റിസൾട്ട് കണ്ടപ്പോഴാണ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായത്. അതിലൂടെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് സെയിലിംഗ് തന്നെ നടത്തിയത്. ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് സെയിലിംഗ് നടത്താൻ തുടങ്ങി. അതിലൂടെ നമുക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടി. ആ ഒരു എക്സ്ട്രാ വരുമാനം വെച്ചിട്ടാണ് ഞാൻ എന്റെ ബസ് ചാർജ് ആയിക്കോട്ടെ, അതേപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു മണി ഫ്രീഡത്തിലേക്ക് എനിക്ക് ഇതിലേക്ക് ചെറിയതായിട്ട് മാറാൻ വേണ്ടി സാധിച്ചപ്പോ അപ്പോഴാണ് ഞാൻ 1 വർഷം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ അത് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തു. എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ ആ ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വരുമാനം എനിക്ക് ഇപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനത് നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു മണി ഫ്രീഡം കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തായാലും പൈസ നിർബന്ധമാണ്. അപ്പൊ ഈ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിൽ നിന്നോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ റേറ്റോ കാര്യങ്ങളോ നോക്കിയിട്ട് നമ്മളത് വേണ്ട, എന്നാൽ അതിന്റെ കുറഞ്ഞൊരു റേറ്റിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് വാങ്ങിയ മതിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയൊരു റേറ്റ് കുറഞ്ഞ സാധനത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളിലേക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു മാറ്റങ്ങളിലേക്ക് വരാൻ സാധിച്ചത് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് 4 വീലർ ഒരു വാഹനം ഞങ്ങളുടെ ഒരു സ്വപ്നം വന്നത് തന്നെ ഈ ഒരു ബിസിനസ്സിൽ വന്നത് കൊണ്ട് മാത്രമാണ്.
സ്വപ്നം കാണാനുള്ള പ്രാപ്തിയുള്ള ഒരു ജീവിതശൈലിയൊന്നും അല്ലായിരുന്നു ഞങ്ങളത്. ഈ ഒരു ബിസിനസ്സിൽ വന്ന ഒരു വർഷം നീണ്ടു നിന്നപ്പോ ഒരു ടീച്ചർ റാങ്കിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു സ്വപ്നം ഉണ്ടായത്. അതും വിഷ്ണു സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് ആ ഒരു സ്വപ്നം പൂവണിയാൻ തന്നെ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾക്കൊരു 4 വീലർ ഇതിലൂടെ ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ വന്ന് നമ്മളെ പാർട്ട് ടൈം ഉള്ള ആളുകൾ ഫുൾ ടൈം കരിയറായിട്ടും ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മണി ഫ്രീഡത്തിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, ഒരുപാട് കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. ചെറിയ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ ഒരു ടൈം ഫ്രീഡത്തിലേക്കും അതേപോലെ ഒരു മണി ഫ്രീഡത്തിലേക്കും മാറാൻ വേണ്ടി സാധിക്കും. ഒരു ടൈം ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അവിടെ ഒരു പഞ്ചിങ് ടൈമാണ്. 9 മണിക്ക് പഞ്ചിങ് തുടങ്ങിയാൽ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് പഞ്ചിങ് ചെയ്താല് നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് അന്നത്തെ വർക്കിംഗ് ഡേ ഫുൾ ആവുള്ളൂ. അപ്പൊ ഇതില് പറഞ്ഞാല് ടൈം ഫ്രീഡം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്തതിന്റെ ബാക്കി ടൈം എടുത്ത് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് പഞ്ചിങ് ടൈം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ടൈം പിന്നെ നിശ്ചയിക്കുന്നത് ആ ടൈമിൽ നമുക്ക് വർക്കിന് ഇറങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടൈം ഫ്രീഡം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് തന്നെ ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി ടൈം ഇല്ലാതെ പോലും ഞാൻ പഞ്ചിങ്ങിന്റെ ടൈമിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പാർട്ട് ടൈം ആയി പോവല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഓടി കഴിച്ച് അവിടെ എത്താറാണ്. പക്ഷെ ഇതില് നമുക്ക് നമ്മുടെ പിന്നെ ടൈം നോക്കിയിട്ട് ലിമിറ്റഡ് നോക്കിയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിലൂടെ തന്നെ ഞാൻ ഒരുപാട് നേട്ടങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ എന്റെ ടീമുകൾക്ക് എനിക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വരുമാനങ്ങൾ എന്റെ വീട്ടിൽ നിന്നും പുതിയ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ നമുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ എനിക്ക് മാത്രമേ വരുമാനം കിട്ടുള്ളൂ. പക്ഷെ എന്റെ കൂടെ വന്ന 10, 200, 300 ഫാമിലികളിലേക്ക് നമുക്ക് ചെറിയ തോതിലുള്ള വരുമാനം വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ ലീഡേഴ്സിനും ഇതുപോലെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മള് നന്ദിയുള്ളവരാവുക. കാരണം എന്താ വെച്ചാല് ഇതില് വന്നത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. കാരണം അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഈ ഒരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ ഒരു ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ വെച്ച് തന്നത്. കാരണം അവരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഈ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് മനസ്സിലാക്കി ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം ഓരോ ലീഡേഴ്സും എപ്പോഴും പറയുന്നത് എന്റെ അപ്ലൈൻ ലീഡേഴ്സിന് നന്ദി. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടായിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സിൽ ഞാനായിക്കോട്ടെ, എന്റെ ഫാമിലിയിൽ നിന്ന് എന്റെ കുട്ടികളായിക്കോട്ടെ, എന്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഇതേപോലെ ഫുൾ ടൈം ആയിട്ട് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. അപ്പൊ അവർക്കും നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാവ്, പിതാവ്, ഗുരുക്കൾ, ദൈവങ്ങൾ, ഒരുപാട് ആളുകള് മാതാവിന് പിതാവിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കാരണം അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഒരു നിലയിലെത്താൻ വേണ്ടി സാധിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതൊക്കെ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവങ്ങളെയോ നമ്മുടെ മാതാപിതാക്കളെയോ ഗുരുക്കളെ നമ്മൾ ഏത് സ്ഥാനത്തിലാണോ കാണുന്നത് അതേ സ്ഥാനത്തിൽ തന്നെ നമ്മുടെ ഡൗൺലേഴ്സിനെയും അപ്ലൈൻ ലീഡേഴ്സിനെയും നമ്മൾ കാണാൻ ശ്രമിച്ചാൽ കാണണം, നിർബന്ധമാണ്. കാരണം നമ്മുടെ ഡൗൺലൈൻസ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇത്രയും ഒരു നിലയിൽ എത്തുന്നതും അതേപോലെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ വരുമാനങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതും അതേപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ഡൗൺലൈൻസിന്റെ പറ്റും കൂടിയാണ്. അപ്പൊ അവർക്കും വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കണം. കാരണം അവരുടെ ലിസ്റ്റില് എന്റെ പേര് വന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിപ്പോ ഈ ഒരു മൈലഫിന്റെ എന്ന കമ്പനിയില് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു STC റാങ്കിന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലേഡി ആയിട്ടോ മാറാൻ വേണ്ടി സാധിച്ചത്. അതിന് ഞാൻ അവരോട് നന്ദി പറയണം. അതേപോലെ ഓരോ ലീഡേഴ്സിനോടും നമ്മള് നന്ദി പറയുന്നതനുസരിച്ച് നമുക്ക് ഗ്രോത്തിലേക്ക് എത്താനേ സാധിക്കുള്ളൂ. കാരണം അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെയും വിജയത്തിന്റെയും പ്രാർത്ഥന. അതുപോലെ ഓരോ ലീഡേഴ്സും അത് ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ ഒറ്റയ്ക്കുള്ള എഫക്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് റിസ്ക് എടുത്താലോ വിജയിക്കാൻ പറ്റിയ ഒരു ബിസിനസ് അല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ ഡൗൺലേഴ്സിനെയും നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെയും നമ്മുടെ ഫാമിലിയെ എങ്ങനെ നമ്മൾ കൂട്ടിപ്പിടിക്കുന്നോ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ നമ്മളെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ കൂടെ കൂട്ടി
പിന്നെ നിർത്തുക. നമ്മുടെ ഫാമിലി ആയിട്ട് കണ്ട് തന്നെ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിക്കോട്ടെ, അവരുടെ സന്തോഷങ്ങളിലേക്ക് ദുഃഖങ്ങളിലേക്കൊക്കെ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അത് നമുക്ക് ഒരു പിന്നീടൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്നതാണ്. അപ്പം ഓരോ ടീം മെമ്പേഴ്സും അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഒക്കെ നമ്മളെ കൂടെ നിന്ന അപ്ലൈൻ ലീഡേഴ്സിനും ഡൗൺലൈൻ ലീഡേഴ്സിനും ഒക്കെ ഒരുപാട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാണ്. അതേപോലെ തന്നെയാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർഡ് വർക്ക് ഈസ് സ്മാർട്ട് വർക്ക് എന്നാണ്. കാരണം പല ബിസിനസ്സുകളും എന്റെ കയ്യിലും 1-2 ബിസിനസ്സുകളും വന്നു പോയതാണ്. അതിലൊന്നും എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു 3ാമത്തെ അവസരമാണ് എന്റെ കയ്യിൽ കിട്ടിയ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. 1 വർഷത്തോളം ഞാൻ ഇതിനെ കുറിച്ച് പിന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് പഠിച്ചു. അപ്പൊ ഞാൻ ഇത് എന്തായാലും ഹാർഡ് വർക്ക് ആയിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ഗ്രൗണ്ടിൽ നിന്നായാലും മറ്റുള്ളവരുടെ അടുത്തുനിന്നായാലും ഒക്കെ നമുക്ക് പല പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വരും. കാരണം ഈ ഒരു ബിസിനസ് നമ്മൾ വന്നത് വിജയിക്കാനാണ്. അല്ലാതെ മറ്റുള്ളവരുടെ സംസാരം കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റുകൾ നമ്മളിലേക്ക് പകർത്തിയിട്ടോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവുകൾ നമ്മൾ കേട്ടിട്ടോ പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്മാറാൻ വേണ്ടി വന്നവരല്ല നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. പല സങ്കടങ്ങളും കഷ്ടപ്പാടുകളും അതേപോലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഈ ഒരു ബിസിനസ്സിനെ കേട്ടത് നമ്മളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. മറ്റുള്ളവരോട് നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ആദ്യം 1-2 ബിസിനസ്സുകൾ കേട്ടിട്ട് പിന്നെ ആ ഒരു ബിസിനസ്സിനെ അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ എന്താണ് സെറ്റായി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുമ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ പൊളിയിലെ പിന്നെ അതേപോലെ ആദ്യമൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് പിന്നെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരുമാനം കിട്ടും, മുകളിലത്തെ ആളുകൾക്ക് വരുമാനം കിട്ടും ഒരുപോലെ എല്ലാവർക്കും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെന്നൊക്കെ പറയൂ. പക്ഷെ താഴെ തട്ടിലുള്ള ആൾക്ക് ബിസിനസ് കിട്ടൂല, വരുമാനം കിട്ടൂല എന്നൊക്കെ അങ്ങനെ പറയുന്ന ആളുകൾ ആ ഒരു മൈൻഡ് സെറ്റ് അവർ ആദ്യത്തെ കേട്ട ഒരു ബിസിനസിന്റെ മൈൻഡ് സെറ്റാണ് അവരുടെ മൈൻഡിലേക്കുള്ളത്. അപ്പം അതെല്ലാം ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. എങ്കിൽ പോലും ഫോളോപ്പിലൂടെ തന്നെ അവരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഗ്രൗണ്ടുകളിൽ നിന്ന് നമുക്ക് പല പോസിറ്റീവും നെഗറ്റീവുകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു വിഷമം ഉണ്ടാവുമെങ്കിൽ പോലും അതിന്റെ ഇടയിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമ്പോൾ അത് 100% നമുക്കൊരു എനർജി പാസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാവും. പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ചയിൽ 1200 വരുമാനം കിട്ടി, അല്ലെങ്കിൽ 450 രൂപ വരുമാനം കിട്ടിയെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഡേറ്റ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു നെഗറ്റീവാണ്. പക്ഷെ അത് നെഗറ്റീവ് അല്ല നമ്മുടെ മൈൻഡിലേക്ക് കയറ്റേണ്ടത്. ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മൈൻഡിൽ കയറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും സാധിക്കും. അതേപോലെ തന്നെയാണ് സ്വപ്നങ്ങള്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഡ്രീംസുകളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഡ്രീംസ് നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്നല്ല, എഴുതി വെച്ചാൽ അത് നമ്മൾ ഡെയിലി എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ പിന്നെ വായിച്ച അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്ലേഷണം പോലെ നമ്മുടെ മനസ്സിലത് നേടിയെടുത്തു എന്നുള്ളത് നമുക്ക് കാണാനുള്ള ഒരു ടൈം കൂടി നമ്മളത് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്വപ്നങ്ങൾ കണ്ടെന്ന് വെച്ചോ എഴുതി വെച്ചെന്ന് മാത്രം വിചാരിച്ചിട്ട് അത് നമുക്ക് യാഥാർത്ഥ്യമാകൂല. അതിലേക്ക് നമ്മള് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായാല് നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉണ്ടാവല്ലോ. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുക. ഞങ്ങൾ അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഫാമിലിയാണ് ഞങ്ങൾ. എന്ത് വന്നാൽ തന്നെ ഈ ഒരു ബിസിനസ് അല്ലാതെ വേറൊരു ബിസിനസ്സിലേക്ക് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇത് ഈ ഒരു ബിസിനസ്സിൽ ഒരു അറ്റം കണ്ടേ മടങ്ങൂ എന്നുള്ള ആ രീതിയിലൊരു കാലെടുത്ത് വെച്ച് ചവിട്ടുപടിയായിട്ട് കയറി വന്ന ആൾക്കാരാണ്. അത് ഉയർച്ചയിലേക്ക് കയറാന്നല്ലാതെ ഇനി ഒരു താഴ്ചയിലേക്ക് പിന്മാറ്റമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ബിസിനസ് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് വന്നാലും
പിന്നെ പിന്മാറാതെ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് ആണ് നമ്മുടെ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ലക്ഷ്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. അല്ലാതെ മറ്റുള്ളവരുടെ പിന്നെ സംസാരങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവുകളോ ഒന്നല്ല നമുക്കിതില് പ്രാധാന്യം. നമ്മുടെ ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനുള്ള ഹാർഡ് വർക്കും അതേപോലെ തന്നെ പിന്നെ മനസ്സും നമുക്ക് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ബിസിനസ്സിലേക്ക് പിന്നെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ സത്യസന്ധമായി നേരെ പോകുന്നുള്ള രീതിയിൽ നമ്മുടെ ഡൗൺലേഴ്സിന്റെ കൂടെ അപ്ഡേഴ്സിന്റെ കൂടെ നിന്ന നമുക്ക് നല്ലൊരു വിജയത്തിൽ എത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ടീമിനെ നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിനും ഓരോ ടീം മെമ്പേഴ്സിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അതിന് ഒരുങ്ങുക. കാരണം എന്താ പറയാ, അവർക്ക് നമ്മൾ ഇപ്പൊ ഒരു 3 വർഷമായി നമ്മൾ ഇതിലേക്ക് വന്നിട്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അവരും ഇതേപോലെ പിന്നെ വന്നവരല്ല, 1 മാസം 1.5 മാസമായിട്ടുണ്ടാവുള്ളൂ അവർ വന്നിട്ട്. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളും കുറച്ചുകൂടെ നമ്മള് മനസ്സിലാവുന്ന രീതിയിൽ എൻജോ കാര്യങ്ങൾ വെച്ച് കൊടുത്തും അതേപോലെ പ്രോഗ്രാമുകളിലേക്ക് പങ്കെടുപ്പിച്ചിട്ടും GTS പ്രോഗ്രാമുകൾ എല്ലാ ജില്ലകളിലും ഇപ്പൊ GTS പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടേക്കാണ് അവർക്ക് എത്താൻ ഒരു പ്രയാസം കൂടാതെ എത്താൻ വേണ്ടി സാധിക്കുന്നത് ആ സ്ഥലങ്ങളിലേക്ക് അവരെ ഓരോരുത്തരെയും പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ ഡൗൺലൈൻസ് ലീഡേഴ്സും നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. കാരണം ചില വ്യക്തികൾ ഇതിന്ന് പിന്മാറാൻ വേണ്ടി വരുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒന്ന് ഹെൽപ്പിന് നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും ഈ ഒരു ബിസിനസ് ഒഴിവാക്കി പോകില്ല. കാരണം അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് പിന്മാറി പോകുന്നുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത്ര പിന്നെ ഹാർഡ് വർക്കായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഹെൽത്തിന് പ്രശ്നം. അവർക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളില് ബുദ്ധിമുട്ടുകളില് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ടീം മെമ്പേഴ്സും നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ റിസ്ക് എടുക്കുന്ന ആളുകൾക്കാണല്ലോ പിന്നെ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായോ അവർക്ക് ഒരു മണി ഫ്രീഡത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിനെ നല്ല ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ലീഡേഴ്സും നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ കൂടെ നിന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പല നെഗറ്റീവുകളും പ്രതിസന്ധികളും ഒക്കെ എനിക്ക് വീട്ടിൽ നിന്നും അതേപോലെ ഫാമിലിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ എനിക്ക് ആദ്യമൊക്കെ തരണം ചെയ്യാൻ പ്രയാസമായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു ഫാമിലി അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പല ബുദ്ധിമുട്ടുകളും എനിക്ക് വന്നിട്ടുണ്ട്. ചില യാത്ര ചെയ്യാനുള്ള സാഹചര്യത്തിലും അതേപോലെ ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കാതെ എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. പല നെഗറ്റീവുകളും എൻ്റെ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല, നമ്മള് പുറത്ത് പോകുമ്പോഴും അതേപോലെ നല്ലൊരു ജോലി ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് പിന്നെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് രാത്രി പകലൊന്നില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച വ്യക്തികളോട് ഇപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്, ഞാൻ എന്തായാലും ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്റെ ഒരു വിജയം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പൊ ഒരു വാഹനം എടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാരെ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ അങ്ങനെ വണ്ടികൾ വാങ്ങിയിട്ട് 1 2 ആഴ്ചയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. പിന്നെ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞാല് അടവടയ്ക്കാൻ അളവ് തെറ്റിക്കഴിഞ്ഞാൽ അവരെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ഉള്ള ഒരു പ്രയാസപ്പെടുത്തലുള്ള കുത്തുവാക്കുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥയ്ക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതും ഞാൻ ഈ MLFസ്റ്റൈലിനെ ഞാൻ നന്ദി അറിയിക്കണം. കാരണം നമുക്ക് ആഴ്ച വരുമാനം കിട്ടുന്നതോടുകൂടി നമ്മളെ വാഹനത്തിന്റെ അടവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ എന്റെ മക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു MLF കമ്പനി എന്ന കമ്പനിയോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയ്ക്കും പിന്നെ കഷ്ടപ്പാടിൽ നിന്ന് ഈ ഒരു STC റാങ്കിലേക്ക് ഉയർത്താൻ വേണ്ടി എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഓരോ ലീഡേഴ്സിനും നന്ദി അറിയിക്കാണ്. കാരണം ഈ ഒരു അവസരം എന്റെ കയ്യിൽ തന്നതിന് ബിന്ദുമാടത്തിനും കൃഷ്ണദാനം നന്ദി അറിയിക്കാൻ വേണ്ടി സാധിക്കൂല. കാരണം എന്തെന്ന് വെച്ചാല് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് തവണ തള്ളി പറഞ്ഞതാണ്, ഞാൻ ഇന്നില്ല, ഞാൻ ആദ്യം 1-2 ഇതിൽ ചെന്നപ്പോ എനിക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നതാണ്, അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ഹസ്ബൻഡ് വരെ പറഞ്ഞിട്ടുണ്ടേന്.
പിന്നെ അവരങ്ങനൊക്കെ പറയും, ഒന്ന് രണ്ട് എണ്ണത്തിൽ പെട്ടത് പോരാട്ട് ഇനി ഒന്നിലും കൂടെ ജോയിൻ ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞ സമയത്തും പിന്നീട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹസ്ബൻഡിന്റെ മുട്ടുവേദനയാണ്, അപ്പൊ അവർക്കും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാല് പിന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാലോ എന്നുള്ള എന്റെ മനസ്സിൽ വന്ന ഒരു പോയിന്റാണ്. ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ ചെറിയ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ അത് ഞാൻ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വരുമാനങ്ങൾ കയ്യിൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കില്ല, നിനക്ക് വേണമെങ്കിൽ നിനക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കൊണ്ടുള്ള പൂർണ്ണ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. രാത്രി പകലൊന്നുമില്ലാതെ ഒരു വർക്കിന് പോകാൻ വേണ്ടി ഒന്നും ഇവിടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള എന്റെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡിന്റെ ഫാദർ ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ എല്ലാവർക്കും രാത്രി വൈകാന്ന് പറയുമ്പോ ചെറിയൊരു പ്രയാസം തന്നെയായിരുന്നു. എന്റെ വീട്ടിലായാലും എന്റെ അമ്മയും എന്റെ അങ്ങനെയൊക്കെ അച്ഛനൊക്കെ പറയായിരുന്നു. അപ്പൊ ഒരു 6 മണിക്ക് ശേഷം കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത നേരത്തെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയല്ല, അപ്പൊ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇങ്ങനെ തളർച്ച വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്തണ്ടായിരുന്നു. എന്നാൽ പോലും ഞാനത് പിടിമുറുക്കം വിടാതെ തന്നെ ഓരോ ലീഡേഴ്സിന്റെയും, ഇനിയിപ്പോ അൽത്താഫ് സാറിന്റെ ക്ലാസ്സിലായിക്കോട്ടെ, ഞാൻ ഒരുപാട് പോയിന്റുകൾ എനിക്ക് സാറിന്റെ കഷ്ടപ്പാടിൽ നിന്ന് സാറ് വന്ന് ഇപ്പൊ ഒരു NDC റാങ്കിൽ എത്തിയതും, അതേപോലെ തന്നെ സാറിന്റെ നല്ലൊരു ജോലി സാറ് റിസൈൻ ചെയ്ത് ഒരുപാട് ലോകോത്തരത്തില് ഓടി നടന്നുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ജോലി റിസൈൻ ചെയ്ത് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണാതെ അവരിതിൽ വരൂല, അല്ലെങ്കിൽ ഇതിൽ ഒരു വിജയത്തിൽ എത്താൻ വേണ്ടി സാധിക്കൂല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഞാൻ എന്റെ മനസ്സിൽ തട്ടി. ആ ഒരു ആത്മവിശ്വാസം വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്നോട് കഴിയുന്നത് രൂപത്തിൽ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ അത് കൃത്യമായ സമയത്ത് തന്നെ എന്റെ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്തിട്ട് ഒരു പരാതിയും ആരോടും പറയിപ്പിക്കാത്ത രൂപത്തിൽ ഞാൻ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. അതിൽ എനിക്ക് ഈ ഒരു വിജയത്തിന് വേണ്ടി എത്താൻ വേണ്ടി സാധിച്ചു. അതിനെല്ലാം എന്റെ ഫാമിലിനോട് തന്നെ നന്ദി പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ മക്കൾ അത് തരണം ചെയ്തു പോവായിരുന്നു. എന്റെ പെൺകുട്ടികളെ ഞാൻ ബാക്കി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ കുറെ അവര് നേരത്തെ പോകും. ഇപ്പൊ കുറെ കാര്യങ്ങള് ചെറിയ വരുമാനം കിട്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി, വാഹനങ്ങൾ എടുക്കാൻ തുടങ്ങി, അതേപോലെ വീട്ടിലേക്കുള്ള ലേഡീസിന് കഴിയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ആയപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ അമ്മ ആയിക്കോട്ടെ ഞങ്ങളെ 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. കാരണം ഒരു രാവിലത്തെ ഐഫ്ലൈ മീറ്റിംഗ് ശനിയും ഞായറും നമുക്ക് അധികം ഉണ്ടാവാറില്ലല്ലോ. ആ സമയത്ത് അമ്മയുടെ മൈൻഡിൽ എന്നും രാവിലെ ഈ മീറ്റിംഗ് കിടക്കാറുള്ള ഒരു ടൈമാണ്. അപ്പൊ എന്നോട് ചോദിക്കും ഇന്ന് മീറ്റിംഗിൽ എന്താ ഈ മീറ്റിംഗ് വെക്കാത്തത്? ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എനിക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ ഫാമിലിയെ മാറ്റാൻ വേണ്ടി സാധിക്കും. അതുപോലെ കട്ട നേറ്റീവ് വരുന്ന എന്റെ ഹസ്ബൻഡ്, അവരെ ഞാൻ GTS പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചു, അതേപോലെ തന്നെ NDO പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചു, ഐഫ്ലൈ മീറ്റിലേക്ക് പിന്നെ കേൾപ്പിച്ച പിന്നെ എന്താ പറയാ ഐഫ്ലൈ മീറ്റിങ്ങിന്റെ നമ്മളെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നല്ല സൗണ്ടിൽ ഞാൻ വെക്കും, എന്നാൽ എല്ലാവർക്കും കേൾക്കാലോ. അങ്ങനെ മനോസാര പ്രോഗ്രാമും അങ്ങനെ ഓരോരുത്തരുടെ പ്രോഗ്രാം കണ്ട് തുടങ്ങിയപ്പം അത് കുഴപ്പമില്ല, അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, അപ്പൊ കട്ടയ്ക്ക് നിന്നാൽ ചിലപ്പോൾ വിജയിക്കും. അങ്ങനെ ആ ഒരു ലൈഫിനെ ഫുൾ നെഗറ്റീവ്, കട്ടയ്ക്ക് നെഗറ്റീവായി നിന്ന ആ ഒരു ജീവിതത്തെ ഞാൻ ഈ ഒരു 75% 80% പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തായാലും ഇതില് ആ ഒരു ഫാമിലി അങ്ങനെ മാറ്റിയെടുക്കുക. എല്ലാവർക്കും ഇങ്ങനെ കട്ട സപ്പോർട്ടുള്ള ഫാമിലി ഉണ്ടാവണമെന്നില്ല. എന്തായാലും ഒരു 75% ആളുകൾ നെഗറ്റീവ് തന്നെ ആയിരിക്കും ഫാമിലിയിലും. അവരൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഓരോ പ്രോഗ്രാമിലേക്ക് അവരെ അറ്റൻഡ് ചെയ്ത് തന്നെ നിർബന്ധമായിട്ട് അവരെ അറ്റൻഡ് ചെയ്യിക്കുക. കാരണം അവരെന്താന്ന് അറിയണം. അല്ലെങ്കിൽ നമ്മള് ജെൻസ് ലീഡേഴ്സിന്റെ കൂടെ നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങള്, അല്ലെങ്കിൽ ലേഡീസ് ഇല്ലാതെ ഒരു ജെൻസ് ടീമിന്റെ കൂടെ നമ്മള് വർക്കിന് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നതാണ്. അതിനൊക്കെ നമുക്കൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമാരായാലും നമ്മുടെ വൈഫുമാരായാലും നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ 8 മണി 9 മണി വരെ ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു 6 മണി വരെയായിരുന്നു എനിക്ക് ടൈം തന്നിരുന്നത്. ഇപ്പൊ ആ 6 മണി ടു ഞാൻ 9 മണി ആക്കാൻ വേണ്ടി സാധിച്ചത് പ്രോഗ്രാമിലേക്ക് ഫാമിലിനെ എത്തിച്ചു. അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്കൊരു മണി ഫ്രീഡത്തിലേക്ക് മാറാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ അത് മനസ്സിലാക്കി കൊടുത്തു. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ആ രീതിയിലും ഞാൻ അവർക്ക് ഈ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്റെ ടീം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ടീം ഒന്നും കൂടെ കുറച്ച് ഗ്രോത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പിന്നെ മാസ്റ്റാക്കറാണ് അവരെ നമുക്ക് ടീച്ചിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയുള്ള ഓരോ പ്ലാനുകൾ നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഫുള്ള് സപ്പോർട്ട് തന്നു. ഇപ്പൊ എന്റെ മൈൻഡ് ഫ്രീ ആണ്. നമ്മളെ കട്ടയ്ക്ക് നിന്നിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ദിവസവും ഇന്ന് രാവിലെ തന്നെ എന്റെ മോൻ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ ഈ മാറ്റി ഒരുങ്ങുമ്പോ
അമ്മയ്ക്ക് എന്തെന്ന് രാവിലെ തന്നെ മീറ്റിങ്ങിന് പോവാനുണ്ടോ? അപ്പൊ അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് മാറാൻ വേണ്ടി സാധിച്ചു. അതേപോലെ മക്കളെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചതും ഞാൻ ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയാണ്. ഒരിക്കൽ കൂടി ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ ഉണ്ടാവാൻ വേണ്ടി നേർന്നുകൊണ്ട് നമ്മുടെ കമ്പനി തരുന്ന ഓരോ അച്ചീവ്മെന്റുകളും പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.